എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാരാപ്പുഴ ഡാമിലാണ് ഉള്ളത്. ഞാനിങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മക്കളെയും കൊണ്ട് ഈ പാർക്കിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ വീടും കുടുംബത്തിലെ ആളുകൾ നഷ്ടപ്പെട്ട വിനോദ് എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഇവിടെ ഉള്ളത്. എൻ്റെ പേര് വിനോദാണ്. ഞങ്ങൾ മുണ്ടക്കൈ ടൗണിൽ തന്നെയായിരുന്നു വീടുണ്ടായിരുന്നത്. വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഇതാണ് വീട്. ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഇവിടെ കാരാപ്പുഴ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു പായസക്കച്ചവടം മറ്റുള്ള ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതാണ്. ഞാൻ കിഡ്നി പേഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ ജോലികൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അതിൻ്റെ ഇടയിൽ കയ്യിലൊരു ആക്സിഡൻറ്റ് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് വലിയ ഭാരപ്പെട്ട പണികളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. ഇവിടെ വരുന്ന എല്ലാവരും ഓരോ ഗ്ലാസ് പായസം കുടിച്ച് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. വിനോദിൻ്റെ അമ്മയുടെ കുടുംബത്തിലെ 8ഓളം ആളുകളെയാണ് ഉരുൾ കൊണ്ടുപോയത്. നമുക്ക് ഇവിടെ വരുന്ന കാരാപ്പുഴ കാണാൻ വരുന്ന ആളുകൾ നമ്മുടെ സഹതാപമല്ല അവർക്ക് വേണ്ടത്, നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പൈസയായിട്ട് കൊടുക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം നല്ല രുചികരമായൊരു പാലട പായസം ഉണ്ടാക്കി അത് വിൽച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളാൽ കഴിയുന്നവർ വാങ്ങി കുടിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം സഹജീവികളെ താങ്ങുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ. താങ്ക് യു.